Good evening, dear students. Today we are going to learn the new lesson, The Hour of Truth. It is a one-act play by Percival Wilde. So, what's the name of the playwright? Percival Wilde. What is spelling of playwright? PLAYWRIGHT. Okay, play എഴുതിയ ആളാണ് playwright എന്ന് പറയുന്നത്. So, Percival Wilde was known for his plays and detective stories. Detective stories നിങ്ങൾക്ക് അറിയാം അല്ലേ? വാട്ട്സ് എ മലയാളം വേർഡ് ഫോർ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്? അപസർപ്പക കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? He also reviewed books for newspapers. Some of his famous works are Brothers, Little Short, and First is Last. The Hour of Truth is from the volume entitled A Question of Morality and Other Plays. This play is a striking psychological study on the corrupting influence of money on people. അപ്പോൾ ഈ പ്ലേനെ കുറിച്ചൊരു സെൻറ്റൻസ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് സെൻറ്റൻസ്. ഇറ്റ്സ് എ സ്ട്രൈക്കിംഗ് psychological study on the corrupting influence of money on people. Last year we studied a story called Gooseberries by Chekhov. അതിനകത്ത് എന്താ പറഞ്ഞ മണിയെക്കുറിച്ച്? മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് ഓൺ മാൻ എന്നാ പറഞ്ഞത് അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ഹൗ മണി കറപ്റ്റ്സ് പീപ്പിൾ. എങ്ങനെയാണ് കാശിന് മനുഷ്യരെ കറപ്റ്റഡ് ആക്കാൻ, അഴിമതിക്കാരാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു സ്ട്രൈക്കിംഗ് സൈക്കോളജിക്കൽ സ്റ്റഡി. Okay, as I told you earlier, it's a one-act play. What's the difference between one-act play and other plays? 5 acts ഉള്ള plays ഒക്കെ ഉണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ഓർ ബേർണാഡ് ഷോ, ഇതൊക്കെ മിക്കവാറും 5 acts ഉള്ള പ്ലേ ആണ്. ഒരു ആക്ടിനകത്ത് തന്നെ പല സീൻസ് ഉണ്ടാവാം. അപ്പോൾ വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ ഒറ്റ മെയിൻ സംഭവമായിരിക്കും ഡീൽ ചെയ്യുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വൺ ആക്ട് പ്ലേ ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ക്ലോസഡ് ഡ്രാമാസ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കേൾക്കും. ക്ലോസഡ് ഡ്രാമാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേസ് എന്ന് വെച്ചാൽ എല്ലാം സ്റ്റേജിൽ ഇനാക്ട് ചെയ്യണം എന്നില്ല. ചില പ്ലേസൊക്കെ എന്താണ് വായിക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതുണ്ട്. അതിന് നമ്മൾ ക്ലോസഡ് ഡ്രാമാസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ 2 ഫേമസ് പ്ലേ റൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ്. ഷേക്സ്പിയർ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ ആരെ പറയാം? ബേർണഡ് ഷോ. ബേർണഡ് ഷോയുടെ പ്ലേസും വളരെ രസമുള്ളതാണ്. ഓക്കെ, ദ അവർ ഓഫ് ട്രൂത്ത് അതാണ് നമ്മുടെ പ്ലേ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ക്യാരക്ടേഴ്സ്. ലെറ്റ്സ് സീ ഹു ആർ ദ മേജർ ക്യാരക്ടേഴ്സ്. റോബർട്ട് ബാൽവിൻ, മാർത്ത ഹിസ് വൈഫ്, ജോൺ ഹിസ് സൺ, ഇവി ഹിസ് ഡോട്ടർ, ആൻഡ് ദർ ആർ 2 മൈനർ ക്യാരക്ടേഴ്സ്, മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. അപ്പോൾ മെയിൻലി ഇറ്റ്സ് എ ബാൽവിൻ ഫാമിലി അല്ലേ? ബാൽവിൻ ഫാമിലിയാണ്. ദർ ഇസ് വൺ മോർ ക്യാരക്ടർ, ആൻ ആബ്സെൻറ്റ് ക്യാരക്ടർ, ബട്ട് ഹിസ് റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ദാറ്റ് ഓഫ് ഗ്രഷാം. സോ ഡോണ്ട് ഫർഗെറ്റ് ദീസ് നെയിംസ്. സോ ലെറ്റ്സ് ബിഗിൻ ദ പ്ലേ. യൂഷ്വലി നമ്മൾ സ്റ്റോറീസോ പ്ലേസോ ഒക്കെ വായിക്കുമ്പോൾ തുടക്കത്തിൽ വെതറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടാവും. എന്തിനാണ് ഈ വെതറിനെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ സ്റ്റോറി, കഥയുടെ ആ ഒരു മൂഡിനെ കുറിച്ച്. യൂഷ്വലി നമ്മൾ ഈ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ തുടക്കത്തിൽ ദർ വിൽ ബി സം റെഫറൻസ് ടു ദ വെതർ കണ്ടീഷൻ. എന്തിനാണ് ഈ വെതറിനെ കുറിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ ഇറ്റ് ഗീവ്സ് എസ് എൻ ഐഡിയ അബൌട്ട് ദ മൂഡ് ഓഫ് ദ പ്ലേ. ആ പ്ലേ ആയാലും സ്റ്റോറി ആയാലും അതിൻ്റെ ആ ഒരു മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇൻ ദിസ് പ്ലേ ഓൾസോ ദർ ഈസ് സം ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ വെതർ. വെതറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല പ്ലേ ആയത് കാരണം അതിൻ്റെ ആ സീൻ എന്തോന്നാണ്, സെറ്റിംഗ് എന്തോന്നാണെന്നും കൂടെ ആദ്യം പറയും. ദ സീൻ അറ്റ് ബാൽവിൻസ്. സോ ദ സീൻ ഈസ് അറ്റ് ബാൽവിൻസ് ഹോം. ഇറ്റ്സ് എ rather hot and sultry Sunday afternoon, and the sun overhead and the baked clay underfoot are merciless. In the distance, lowering clouds give promise of coming relief, and at the parlor window of a trim little cottage, the Balvin family is anxiously awaiting the return of its head. So we get some idea about the weather condition. It's a rather hot and sultry Sunday afternoon. Okay, sultry means very hot and uncomfortable. Okay, അപ്പം എന്താണ് ഓവർഹെഡ് ആയിട്ടുള്ള സണ്ണും താഴെയുള്ള ബേക്ക്ഡ് ക്ലേയും ഒക്കെ ഓൾ ആർ മേഴ്സിലെസ്, അത്രയും ചൂടാണ്.
ഓക്കെ, മേഴ്സിലെസ് മീൻസ് കൈൻഡ്ലെസ്, അത്രയും ചൂടാണ് എന്നാണ് പറയുന്നത്. ദൂരെ നോക്കുമ്പോൾ എന്ത് കാണാം? വി ക്യാൻ സീ ലോവറിങ് ക്ലൗഡ്സ് അല്ലേ, ഇറ്റ്സ് എബൌട്ട് ടു റെയിൻ അല്ലേ, റെയിൻ മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ദേ ഗീവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. അപ്പോൾ ഇപ്പോൾ എക്സ്ട്രീംലി ഹോട്ടാണ് വെതർ എങ്കിലും എന്താണ്, ഇൻ ഫ്യൂച്ചർ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് എ റെയിൻ, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവാനുള്ള നല്ല ലക്ഷണമുണ്ട്. അപ്പം നമുക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടി. അറ്റ് പ്രസൻറ്റ് ദർ ഈസ് സം പ്രോബ്ലം, ബട്ട് then it's likely that some relief will come at the end. പാർലർ വിൻഡോ എന്ന് പറയുന്നുണ്ട്. പാർലർ എന്ന് വെച്ചാൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇരിക്കുന്ന ഒരു റൂം. ഓക്കെ, അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം മീൻസ് വെരി നീറ്റ് ആൻഡ് അട്രാക്റ്റീവ്, ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്, ബാൽവിൻ ഫാമിലി they are anxiously awaiting means waiting for, okay, they are anxiously waiting for the return of its head, Mr. ബാൽവിൻ വേണ്ടി ഫാമിലി മെമ്പേഴ്സ് കാത്തിരിക്കുകയാണ്. ഇനി ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് നോക്കൂ. ജോൺ ദ സൺ ഈസ് an average young man of 27. He is smoking a pipe as philosophically as if this day were in no whit more momentous than any other. So John is smoking pipe. വളരെ കാഷ്വലായിട്ടാണ് he is doing that, and he is doing it as philosophically as if this day is not important than any other day. അപ്പോൾ യൂഷ്വലി men have this habit, എന്താണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും they will try to conceal their tension. ആ ടെൻഷൻ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കും. വിമൻ ആണെങ്കിൽ they will be just the opposite. അവരുടെ ടെൻഷൻ എന്താണെന്ന് definitely others will know. So John is acting as if this day is in no whit എന്ന് വെച്ചാൽ not at all എന്നാണ്. This day is not at all more momentous means important or serious. So this day is not at all important or serious than any other എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത് നിൽക്കുകയാണ് ജോൺ. ഹി ഈസ് സ്മോക്കിംഗ് എ പൈപ്പ്. പഴയ സിനിമയിലൊക്കെ യു മൈറ്റ് ഹാവ് സീൻ അല്ലേ, യൂഷ്വലി വില്ലൻസ് വിൽ ബി സ്മോക്കിംഗ് പൈപ്സ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോന്ന് ചെയ്യും, ദേ വിൽ നോക്ക് ദ ആഷ് ഔട്ട് ഓഫ് ഇറ്റ്, അതിനകത്തു നിന്നുള്ള ആഷിന് തട്ടിക്കളയും. ഒക്കെ മൂവീസിലുള്ള യൂഷ്വൽ സീൻസാണ്. ഓക്കെ, അപ്പോൾ ജോൺ അങ്ങനെ പൈപ്പും വലിച്ച് നിൽക്കുകയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഹിസ് മദർ? ഷീ ഈസ് ട്രൈയിങ് ടു കമ്പോസ് ഹെർസെൽഫ് വിത്ത് ഹെർ knitting. So she is knitting, but she is trying to compose herself. Compose here means what? She is trying to control her emotions, but she has made little progress in the last half hour. അരമണിക്കൂറായിട്ട് നിറ്റിങ്ങിൽ വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അത്രയും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ നിറ്റിങ്ങിന് അവർക്ക് പ്രോഗ്രസ് ഒന്നും കൂടുതൽ നിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് എവി എന്ത് ചെയ്യാണ്? ഷീ ടേക്സ് നോ പെയിൻസ് ടു കൺസീൽ ഹെർ നെർവസ്നെസ്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, എന്താണ്, വിമൻ എസ്പെഷ്യലി അവർ ടെൻഷൻ ഇമോഷൻസ് ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. അപ്പം ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ട്രൈയിങ് ടു കൺസീൽ ഹെർ ടെൻഷൻ. ആ ടെൻഷൻ മറച്ചു വയ്ക്കാനൊന്നും ഒട്ടും പെയിൻസ് എടുക്കുന്നില്ല, അതിനുവേണ്ടി ഒട്ടും ബുദ്ധിമുട്ടുന്നില്ല. There is a tense pause. It seems as if none of them likes to break the silence. For the 10th time in 10 minutes, Evie goes to the window and looks out along the sultry road. ചില മൊമെൻറ്റ്സിൽ അങ്ങനെയാണല്ലേ, there will be total silence and we may not like to break it. ആ സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ നമുക്കും ചിലപ്പോൾ തോന്നത്തില്ല, അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ. ബട്ട് ഇവി ഒരു 10 മിനിറ്റ്സിനിടയിൽ ഒരു 10 ടൈംസ് എങ്കിലും വാട്ട് മൈറ്റ് ഹാവ് ഷീ ഡൺ? ഷീ വിൽ സിംപ്ലി ഗോ ടു ദ വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് അലോങ് ദ സൾട്രി റോഡ്. സൾട്രിയുടെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ അല്ലേ. സോ ദേ ആർ അവൈറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ദ ഫാദർ. സോ നൗ വി നോ എന്താണ്, അമ്മയും 2 മക്കളും കൂടെ അച്ഛൻ വരുന്നതും കാത്ത് ഇത്തിരി ടെൻഷനോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. സോ വെർ ഹാസ് ദ ഫാദർ ഗോൺ? അച്ഛൻ എവിടെയാണ് പോയിരിക്കുന്നത്? ഇവർ ഇത്രയും ടെൻഷൻ അടിക്കണമെങ്കിൽ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? We get some idea from their conversation. So who begins the conversation? It's Martha, the mother. So this is a play. അപ്പം എന്താണ്, ഓരോ ക്യാരക്ടറും ഓരോ ആൾക്കാർ വായിക്കുന്നതായിരുന്നു നല്ലത്. ബട്ട് സിൻസ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ നൗ, ഐ വിൽ ട്രൈ ടു റീഡ് വിത്ത് സം വോയിസ് മോഡുലേഷൻ. ഓക്കെ. Martha. It's time he was home. Evie. Yes, mother. Martha. I do hope he hasn't forgotten his umbrella. He has such a habit of leaving it behind.
സോ മാർത്ത ഈസ് ലൈക്ക് ആ മദേഴ്സ് അല്ലേ, നമ്മുടെ അമ്മമാരാം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എന്താണെങ്കിലും കൊടയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവും. സോ ഷീ ഈസ് ഓൾസോ സെയിങ് I do hope he hasn't forgotten his umbrella. Evie, yes, mother. Martha, it might rain. Don't you think so, Evie? Without waiting for an answer, she goes to the window and looks out anxiously and says, "The sky is so dark." She starts. സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ തുടങ്ങുക എന്ന് മാത്രമല്ല സ്റ്റാർട്ടിൻ്റെ മീനിങ്. നമ്മളൊരു പേടി കൊണ്ടിട്ടോ സർപ്രൈസ് കൊണ്ടിട്ടോ പെട്ടെന്നിങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. ഷീ സ്റ്റാർട്ട്സ്. എന്തായിരുന്നു കാരണം? ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. പെട്ടെന്ന് അവിടെ മിന്നലും കൂടെ വന്നു. ദാറ്റ്സ് വൈ ഷീ സ്റ്റാർട്ടഡ്. ജോൺ റൈസസ് സ്ലോലി, മൂവ്സ് ടു എ സെൻറ്റർ ടേബിൾ ആൻഡ് നോക്സ് ദ ആഷസ് ഔട്ട് ഓഫ് ഹിസ് പൈപ്പ്. His mother turns to him. John, run into your father's room and see that the windows are closed. That's a good boy. John, righto എന്ന് പറഞ്ഞിട്ട് he goes. Evie, after a pause. Mother? There is no answer. Mother? Mrs. Baldwin turns slowly. What does Mr. Gresham want with him? Has he done anything wrong? Martha proudly. Your father? No, Evie. Then why did Gresham send for him? He wanted to talk to him. What about? Mr. Gresham has been arrested. They are going to try him tomorrow. What can he want with father? Your father will have to give evidence. Evie. But he is going to give evidence against Mr. Gresham. Why should Mr. Gresham want to see him? Martha. I don't know, Evie. You know, your father doesn't say much about his business affairs. She pauses. I didn't know there was anything wrong with the bank until I saw it in the papers. Your father wouldn't tell me to draw my money out. He thought it wasn't loyal to Mr. Gresham. Evie nods. I did it of my own accord, against his wishes, when I suspected. She's not completing the sentence. So now we got some idea where Mr. Baldwin has gone. Where has he gone? He has gone to see a man called Mr. Gresham. So what's the problem in going and meeting Mr. Gresham? This man, Mr. Gresham, has been arrested. And the next day it is going to be his trial. അപ്പോൾ ഈ ഗ്രഷാം എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം എന്താണ്? അയാളുടെ വിചാരണ നടക്കുകയാണ്. സോ വിചാരണയ്ക്ക് തൊട്ട് മുന്നത്തെ ദിവസം മിസ്റ്റർ ബാൽവിൻ അയാൾ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാൽവിൻ പോയേക്കുന്ന എവിടെയാണ്? അടുത്ത ദിവസം ഈ ട്രയൽ TRIAL ട്രയൽ നേരിടുന്ന ഗ്രഷാമിനെ കാണാനാണ് ഈ ബാൽവിൻ പോയിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദ ഹോൾ ഫാമിലി ഈസ് ടെൻസ്ഡ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? മിസ്റ്റർ ബാൽവിൻ ഹാസ് ടു ഗീവ് എവിഡൻസ് അഗെൻസ്റ്റ് മിസ്റ്റർ ഗ്രഷാം. അടുത്ത ദിവസം ഈ പറഞ്ഞ ഗ്രഷാമിനെതിരെ എവിഡൻസ് കൊടുക്കേണ്ടത് ആരാണ്? ബാൽവിനാണ്. അപ്പോൾ നാച്ചുറലി ഒരു ഡൗട്ടുണ്ട്, എന്തിനായിരിക്കും ഈ നിമിഷത്തിൽ ഗ്രഷാം ബാൽവിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അയാൾ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ബാൽവിൻ പോയേക്കുന്നത്. അപ്പം എവി മാർത്തയോട് ചോദിക്കുമ്പോഴും മാർത്ത ഇതാണ് പറയണത്. എന്താണ്? ഷീ ഓൾസോ ഡസൻറ്റ് നോ മച്ച് അബൌട്ട് ദിസ്. അറിയാൻ വയ്യ. കാരണം എന്താണ്? യൂഷ്വലി ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ്. അവരുടെ മാറ്റേഴ്സ് ഒന്നും ഫാമിലിയിൽ എസ്പെഷ്യലി ബിസിനസ് മാറ്റേഴ്സ് ഒന്നും അത്രയും റിവീൽ ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ അത് കാരണം അറിയാൻ വയ്യ. എന്നിട്ട് പറയുകയാണ്, മാർത്ത പറയുകയാണ്, ഇപ്പോൾ ഇതൊരു ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറയുന്നത് എന്താണ്? ഈ പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നവരെ മാർത്തയ്ക്കും ഷീ ടു ഹാഡ് നോ ഐഡിയ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് മാർത്തയ്ക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹർ മണി വാസ് ഓൾസോ ഡെപ്പോസിറ്റഡ് ഇൻ ദാറ്റ് ബാങ്ക്. മാർത്തയുടെ മണിയും ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് ബാങ്ക് എന്താ റെക്ക് ചെയ്യാൻ പോവുകയാണ്, ബാങ്ക് പൊളിയാൻ പോവുകയാണ്. പക്ഷെ എന്നിട്ട് പോലും മാർത്ത നിൻ്റെ കാശ് അവിടെ നിന്ന് എടുക്കുമെന്ന് ബാൽവിൻ പറയുന്നില്ല അല്ലേ. ബിക്കോസ് ഹീ തോട്ട് എന്താണ് ദാറ്റ് ഈസ് ബീയിങ് ഡിസ്ലോയൽ ടു മിസ്റ്റർ ഗ്രഷാം. അങ്ങനെ കാണിക്കുന്നത് മിസ്റ്റർ ഗ്രഷാമിനോട് ഡിസ്ലോയൽ ആവുന്നത് പോലെയാണ്. അപ്പോൾ ഗ്രഷാം ഇട്ടിരിക്കുന്ന ബാങ്കാണ് അതല്ലേ എന്ന് വിചാരിച്ചിട്ടാവാം ബാൽവിൻ അത് എടുക്കാൻ പറഞ്ഞില്ല. പക്ഷെ മാർത്ത എടുത്തു അല്ലേ. ലേഡീസ് ആകുമ്പോൾ കുറച്ചുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെയർഫുൾ ആയിരിക്കും. അപ്പോൾ പക്ഷെ മാർത്ത പോയി എടുത്തത് ആരുടെ ഇഷ്ടത്തിനാണ്? സ്വന്തം ഇഷ്ടത്തിനാണ് അല്ലേ. ഷീ സേസ് ഐ ഡിഡ് ഇറ്റ് ഓഫ് മൈ ഓൺ അക്കോർഡ്. എൻ്റെ സ്വന്തം സമ്മതത്തോടു കൂടി മാത്രമാണ്
ഞാനതുപോലെ എടുത്തത് ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ട് അല്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് അഗെൻസ്റ്റ് ഹിസ് വിഷസ് ഐ സസ്പെക്റ്റഡ് അല്ലേ. വെൻ ഐ സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പം അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ കാശ് എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ബീയിങ് എ കെയർഫുൾ ലേഡി അവർ ആ കാശ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്തിനാണ് പോയേക്കുന്നതെന്ന് ദേ ഹാവ് നോ ഐഡിയ. അപ്പോൾ ഇവി പിന്നെയും ചോദിക്കുകയാണ് ആഫ്റ്റർ എ പോസ്, ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഷീ ഡസ് നോട്ട് ലൈക്ക് ടു സേ ഇറ്റ് മാർത്ത, വിത്ത് ദ wrecking of the bank? You know him better than that, Evie. But did he know what was going on? You know what the papers are saying. Martha, they haven't been fair to him, Evie. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെക്കുറിച്ചിട്ട് ന്യൂസ് വരുന്നുണ്ട്. ആൻഡ് ദ ന്യൂസ് പേപ്പേഴ്സ് വർ സെയിങ് സംതിങ് ബാഡ് അബൌട്ട് മിസ്റ്റർ ബാൽവിൻ ഓൾസോ അല്ലേ. പത്രങ്ങളിൽ വരുന്നത് എന്താണ്, ബാൽവിനും അറിവുണ്ടായിരുന്നു അല്ലേ. പത്രക്കാരങ്ങനെ ആയിരിക്കുമല്ലോ. അവർ കുറേ വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കുറേ ഊഹാപോഹങ്ങളും കൂടെ കുറേ ഗസ് വർക്കും കൂടെ നടത്തി ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരതിനെ ഒരു സെൻസേഷണൽ ന്യൂസ് ആക്കും. നമ്മുടെ നാട്ടിൽ അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിന് കുറച്ച് ദിവസമായിട്ട് ഒരു സെൻസേഷണൽ ന്യൂസാണിത്. ബട്ട് ദേ നെവർ തിങ്ക് അബൌട്ട് വാട്ട് വിൽ ബി ഗോയിങ് ത്രൂ ദ ഫാമിലി. ഇങ്ങനത്തെ ന്യൂസൊക്കെ വരുമ്പോൾ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഫാമിലിയിൽ എന്താണെന്ന് അവരൊരിക്കലും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സിൻ്റെ റോൾ ആരും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊരു ട്രൂത്തും അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സെൻസേഷണൽ ന്യൂസ് അങ്ങ് അടിച്ചിറക്കും. അപ്പം ഇങ്ങനത്തെ ന്യൂസ് കാരണം ഈവൻ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് പോലും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ. അതും പത്രക്കാർ തന്നെ പിന്നെ പറയുമ്പോൾ വളരെ വളരെ സിമ്പതൈസ് ചെയ്തൊക്കെ പറയും. പക്ഷേ ഇവരൊക്കെ കാരണം തന്നെയാണ് അത് സംഭവിച്ചതെന്നുള്ളത് അപ്പം പറയത്തില്ല. സോ വാട്ട് ക്യാൻ വി ഡു? ഇങ്ങനെയുള്ള ന്യൂസിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിവതും ഇങ്ങനത്തെ ന്യൂസിനൊന്നും അധികം ചെവി കൊടുക്കാതിരിക്കാം അല്ലേ. അങ്ങനത്തെ ഒരു ന്യൂസ് യഥാർത്ഥത്തിൽ സത്യമുള്ളതാണെങ്കിൽ പിന്നീട് അന്വേഷണമൊക്കെ കഴിയുമ്പോൾ അറിയാമല്ലോ. അല്ലാതെ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ അധികം കേൾക്കാനും അധികം വിശ്വസിക്കാനും പോവാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഓർക്കുക, ആർക്കെതിരെ വേണമെങ്കിലും അവരിങ്ങനത്തെ ന്യൂസൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതെല്ലാം കേട്ട് ആസ്വദിക്കുകയോ വായിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ഇപ്പം മാത്രമല്ല, നിങ്ങൾക്ക് നമ്പി നാരായണൻ്റെ കേസൊക്കെ യു മൈറ്റ് ഹാവ് ഹേർഡ് അല്ലേ. എന്തായാലും ബട്ട് ഹി ഹാഡ് ദ ഗട്ട്സ് ടു പ്രൂവ് ദം റോങ്. സോ ഹിയർ മാർത്ത സേസ് ദ ന്യൂസ് പേപ്പേഴ്സ് ദേ ഹാവിൻ ബീൻ ഫെയർ ടു ബാൽവിൻ എന്ന് മാർത്ത പറയുന്നു. ഇവി, perhaps not, but they said he must have been a fool not to know. They said that only he could have known, he and Mr. Gresham. Why didn't he stop it? Martha, he was acting under Mr. Gresham's orders. Evie contemptuously. Mr. Gresham's orders? Did he have to follow them? Martha, after a pause. Evie, I don't believe your father ever did a wrong thing in his life. Not if he knew it was wrong. He found out by accident, found out what Mr. Gresham was doing. Evie, how do you know that? Martha, I don't know it, I suspect it. Something he said, eagerly. You see, Evie, he can't have done anything wrong. They haven't indicted him. So Evie also agrees to the fact that the newspapers might not have been very fair to him. But what was the news coming in newspapers? They were saying Mr. Balvin must have been a fool not to know. The whole thing was happening in the bank, something bad was happening, and Balvin might have been a fool not to know. They said that only he could have known, he and Mr. Gresham. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ആർക്ക് മാത്രമായിരിക്കും എന്നാണ് പേപ്പേഴ്സിൽ വന്നത്, ഗ്രഷാമിനും ബാൽവിനും മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ടും ഗ്രഷാമിനെ സ്റ്റോപ്പ് ചെയ്യാത്തത് എന്നാണ് മകൾ ചോദിക്കുന്നത്. മാർത്ത പറയാണ് ഹി വാസ് ആക്ടിങ് അണ്ടർ ഗ്രഷാംസ് ഓർഡേഴ്സ്. ഗ്രഷാമിൻ്റെ ഓർഡേഴ്സിൻ്റെ അനുസരിച്ചിട്ടാണ് ഫാദർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഈ മോൾ ചോദിക്കുകയാണ്, ഈ ഗ്രഷാമിൻ്റെ ഓർഡറൊക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാർത്ത പറയുകയാണ് വളരെ ഉറപ്പിച്ച് പറയുകയാണ് I don't believe that your father ever did a wrong thing in his life. So that's the firm faith of Martha in ബാൽവിൻ. ലൈഫിൽ ഒരിക്കലും അയാളൊരു റോങ് തിങ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് മാർത്ത പറയുന്നത്. ഓക്കെ,
ആൻഡ് പിന്നെ ഈ ബാങ്കിനകത്ത് ഈ പ്രോബ്ലം ഉണ്ടെന്ന് എങ്ങനെയാണ് അയാൾ അറിഞ്ഞത്? ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് മീൻസ് യാദൃശ്ചികമായിട്ടാണ് എന്താണ് ഇങ്ങനെ മിസ്റ്റർ ഗ്രഷാം എന്തോ ഹി വാസ് ഡൂയിങ് സംതിങ് റോങ് എന്ന് ബാൽവിൻ ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇവി ചോദിക്കുകയാണ് ഹൗ ഡു യു നോ ദാറ്റ് ഇതാണ് സംഭവിച്ചതെന്ന് ഹൗ ഡു യു നോ? അപ്പോൾ മാർത്തയ്ക്ക് അതിനൊരു ക്ലിയർ ആൻസർ ഇല്ല. ഷീ സേസ് എന്താണ് ദാറ്റ്സ് വാട്ട് ഐ സസ്പെക്റ്റ്, ഞാൻ സംശയിക്കുന്നത് അതാണ്. ഓക്കെ, സംതിങ് ഹീ സെഡ്, എന്താണ് ബാൽവിൻ പറഞ്ഞത് കുറച്ച് വെച്ചിട്ട് മാർത്ത സസ്പെക്റ്റ് ചെയ്യുന്നത് ഇതാണ്. എന്നിട്ട് പറയാണ് യു സീ ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ് അല്ലേ, അത്രയ്ക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എന്നിട്ട് പറയാണ് ദേ ഹാവ് ഇൻഡൈറ്റഡ് ഹിം. സീ ദ വേർഡ് ദ INDICT, ഇൻഡിക്റ്റ് എന്നല്ല വായിക്കണത്, ഇൻഡൈറ്റ് എന്നാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇൻഡൈറ്റ്? തെറ്റ് ചെയ്തു എന്ന് ഒഫീഷ്യലി ചാർജ് ചെയ്യുന്നതിനാണ് ഇൻഡൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ പത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ദേ ഹാവ് ഒഫീഷ്യലി ചാർജ്ഡ് ഹിം, ദേ ഹാവ് ഇൻഡൈറ്റഡ് ഹിം. ജോൺ ഷോർട്ട്ലി മീൻസ് സൂൺ. പെട്ടെന്ന് അയാൾ പറയാണ് ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് കാഷ്യർ യെസ്റ്റർഡേ. ഡോണവാൻ? Yes, Donovan. I saw him up at the athletic club. He said that nobody had any idea that there was anything wrong until the crash came. Donovan had been there 8 years. He thought he was taken care of for the rest of his life. He had got married on the strength of it. And then, one morning, there was a sign up on the door. It was like a bolt out of a clear sky. John says he met the cashier of the bank Donovan the day before. ഇന്നത്തെ ദിവസം കാഷ്യറിനെ കണ്ടു. ആൻഡ് വാട്ട് വാസ് ഹീ സേയിങ്? നോബഡി ഹാഡ് എൻ ഐഡിയ അബൌട്ട് ദ ക്രാഷ്. ഈ ബാങ്ക് ഇങ്ങനെ ക്രാഷ് ആവുമെന്ന് ബാങ്കിൽ ആർക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് പുവർ മാൻ, ഹി ഹാഡ് ബീൻ ദെയർ ഫോർ 8 years. 8 വർഷമായിട്ടൊരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഹി തോട്ട് എന്താണ് ഫ്യൂച്ചർ ലൈഫൊക്കെ സെക്യൂർഡായി, ഒരു ജോലി കിട്ടുമ്പോൾ അങ്ങനെ വിചാരിക്കുമല്ലോ, ലൈഫൊക്കെ സെക്യൂർഡായി എന്ന് വിചാരിച്ചിട്ട് ആ ജോലി ഉണ്ടല്ലോ എന്ന് കരുതി കല്യാണവും കഴിഞ്ഞു പാവം മനുഷ്യൻ്റെ. ഇപ്പോഴാണ് ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. ക്ലിയർ സ്കൈയിൽ നമ്മൾ വിചാരിക്കും എന്താണ് ദർ ഇസ് നോ പ്രോബ്ലം. ക്ലിയർ സ്കൈ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ പെട്ടെന്നൊരു ഇടി വന്നാലോ അല്ലേ, ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. സോ ദ ക്രാഷ് ഓഫ് ഹിസ് ബാങ്ക് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. ഇവി ചോദിക്കുകയാണ്, ഇവിക്ക് പിന്നെയും ടെൻഷനാണ്, ഫാദർ ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്നുള്ള ടെൻഷൻ പിന്നെയും ഇവിക്കുണ്ട്. ഷീ ആസ്ക്സ്, ആൻഡ് ഫാദർ? John. He said the governor must have known. He will swear nobody else did. You see, father was closer to Gresham than anyone else. That puts him in a nice position, doesn't it? അപ്പോൾ ഈ ഡോണവാനും പറഞ്ഞ എന്താണ്? ഹി സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. ഗവർണർ എന്ന് പറയുന്നത് ഒരു സ്ലാങ് ടേമായിട്ട് അച്ഛൻ എന്ന് പറയുന്ന മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അച്ഛൻ അറിയാമായിരുന്നിരിക്കും എന്നാണ് ഡോണവാനും പറയുന്നത്. അയാൾ ഉറപ്പിച്ച് പറയുകയാണ് എന്താണ്, ഹി സ്വെയർ നോബഡി എൽസ് അല്ലേ, വേറെ ആർക്കും അറിയുമായിരുന്നില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഫാദർ വാസ് ക്ലോസർ ടു ഗ്രഷാം ദാൻ എനി വൺ എൽസ്. അപ്പോൾ പറയണം ദാറ്റ് പുട്ട്സ് ഹിം ഇൻ എ നൈസ് പൊസിഷൻ, ഡസൻറ്റ് ഇറ്റ്? മാർത്ത, വാട്ട് ഡു യു മീൻ ജോൺ? John, the governor is the only witness against John Gresham, and me named after him, John Gresham Balvin, at your service. Martha, your father will do his duty, John, no matter what comes of it. അപ്പോൾ ജോൺ പറയുന്നത് എന്താണ്? ആൻഡ് ഗവർണർ ഇസ് ദ ഓൺലി വിറ്റ്നസ് അഗെൻസ്റ്റ് ജോൺ ഗ്രഷാം. ഈ ജോൺ ഗ്രഷാം മറ്റേയാളുടെ പേരെന്താണ്? ഹിസ് ഫുൾ നെയിം ഈസ് ജോൺ ഗ്രഷാം. അപ്പോൾ ജോൺ ഗ്രഷാമിനെതിരെയുള്ള ഓൺലി എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബാൽവിൻ ആണ്. ആൻഡ് their son, ഈ ജോണിന് അവർ പേര് കൊടുത്തത് എങ്ങനെയാണ്? ഈ ഗ്രഷാമിൻ്റെ പേര് വെച്ചിട്ടാണ് പേര് കൊടുത്തത്. വാട്ട് ഇസ് ഹിസ് ഫുൾ നെയിം? ജോൺ ഗ്രഷാം ബാൽവിൻ. ദർ ഇസ് എ റീസൺ ഫോർ ദിസ്, because Gresham was Balvin's childhood friend, and when Balvin's son John was baptized, Gresham was his godfather. ബാപ്റ്റൈസ് ചെയ്യുക, അതായത് ജ്ഞാനസ്നാനം ചെയ്യിക്കുമ്പോൾ ഫാമിലിയിലുള്ള എൽഡർ മെമ്പേഴ്സിനെ ആരെങ്കിലും ആയിരിക്കും കുട്ടിയുടെ ഗോഡ് ഫാദറും ഗോഡ് മദറും ആയിട്ടൊക്കെ നിർത്തുക, ലൈക്ക് ദാറ്റ്. അപ്പോൾ സിൻസ് ഗ്രഷാം വാസ് സോ ക്ലോസ് ടു ബാൽവിൻ, he was chosen to be John's godfather. But now John feels terribly angry at this. Such a fraud was his godfather and his name was given. So he feels terribly disappointed and angry. That's why he says ഒരു കളിയാക്കുന്ന ഇതാണ് പറയണത്, എന്താണ്? ജോൺ ഗ്രഷാം ബാൽവിൻ അറ്റ് യുവർ സർവീസ്.
മാർത്ത അവനെ ഒന്ന് കൺസോൾ ചെയ്യാൻ വേണ്ടി, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. ഇനി ഇത് എന്ത് പ്രശ്നം വന്നാലും യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി. ഇയാൾക്കെതിരെ എവിഡൻസ് കൊടുക്കണമെങ്കിലും ഡെഫിനറ്റ്ലി ഹി വിൽ ഡു ഇറ്റ്, ഉറപ്പിച്ചു പറയുകയാണ് മാർത്ത. ജോൺ ഷോർട്ട്ലി, ഐ നോ ഇറ്റ് ആൻഡ് ഐ എം നോട്ട് ഷുവർ, ബട്ട് വാട്ട് ഇഫ് ഇറ്റ്സ് റൈറ്റ്? They look at him inquiringly. There is John Gresham, grown rich in 20 years, and the governor pegging along as his secretary at $60 a week. Martha, your father never complained? No, that's just the pity of it. He didn't complain. Well, he will have his chance tomorrow. He'll go on the stand, and when they'll put John Gresham where he won't be able to hurt anybody for a while. Wasn't satisfied with underpaying his employees, had to rob his depositors. Serves him jolly well right. John here points to one more thing that Gresham did. See, within this 20 years, Gresham has grown extremely rich. അപ്പോഴേ കൂടെയുള്ള ആളാണ് ബാൽവിൻ. ബട്ട് ഇപ്പോഴും ബാൽവിൻ്റെ അവസ്ഥ എന്താണ്? ഹീ ഈസ് പെഗിങ് അലോങ് ആസ് ഹിസ് സെക്രട്ടറി at $60 a week. അല്ലേ, ഒരു വീക്കിൽ ഹീ ഈസ് ഗെറ്റിംഗ് എ മിയർ സാലറി ഓഫ് ജസ്റ്റ് $60. ദർ ഇസ് എ വേർഡ് കോൾഡ് പെഗിങ് അലോങ്. പെഗിങ് അലോങ് എന്ന് വെച്ചാൽ വാട്ട്സ് ദ മീനിങ്? ഹീ ഈസ് കണ്ടിന്യൂയിങ് ടു വർക്ക് ഹാർഡ് ഫോർ ജസ്റ്റ് $60 a week. And then John says, this Gresham, he is terribly angry at Gresham. എന്നിട്ട് പറയാണ്, he was not satisfied with underpaying his employees. എംപ്ലോയീസിന് ശമ്പളം കുറച്ച് കൊടുത്തതും പോരാഞ്ഞിട്ട് what did he do? He started robbing his depositors. അല്ലേ, ഡെപ്പോസിറ്റേഴ്സിനെ റോബ് ചെയ്യാനും കൂടെ, കൊള്ളയടിക്കാനും കൂടെ പോയി. അയാൾക്ക് ഇത് തന്നെ വരണം എന്നുള്ള രീതിയിൽ ജോൺ പറയുകയാണ്. മാർത്ത പറയാണ്, rather timidly. Timid means കുറച്ച് ഷൈ ആൻഡ് നെർവസ് ആയിട്ട് പറയുകയാണ്. What is that? I don't think your father would like you to talk that way. നീ ഈ രീതിയിൽ സംസാരിക്കുന്നത് your father won't like it. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് എന്താണ്? The whole family they are having full respect for ബാൽവിൻ. ബാൽവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല, ആ കാര്യത്തിലൊക്കെ അവർക്ക് ഭയങ്കര ഉറപ്പാണ്. അല്ലേ, നിങ്ങളിവർ പറയണതൊക്കെ നോട്ട് ചെയ്യണം, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ജോൺ എന്താ ചെയ്യുന്നത്? ഹി ഷ്രഗ്സ് ഹിസ് ഷോൾഡേഴ്സ്, സ്പീക്സ് കണ്ടംപ്ച്വസ്ലി. ഓക്കെ, ഷോൾഡർ ഷ്രഗ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഷോൾഡറിനെ ഒന്ന് ഉയർത്തിയിട്ട് താഴ്ത്തുകയാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹി ഷ്രഗ്സ് ഹിസ് ഷോൾഡേഴ്സ് ആൻഡ് സ്പീക്സ് കണ്ടംപ്ച്വസ്ലി. വളരെ വെറുപ്പോടുകൂടി എന്താ പറഞ്ഞത്? ഹി മെയ്ഡ് ദാറ്റ് സൗണ്ട്. ഓക്കെ. മാർത്ത, യുവർ ഫാദർ ഹാസ് നത്തിങ് അഗെൻസ്റ്റ് മിസ്റ്റർ ഗ്രേഷാം. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. ജോൺ, ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്റ്റഡ് ഹിം ടു ലൈ? Not father. He will tell the truth. Just the truth. It will be plenty. അപ്പം മാർത്ത എന്താ പറഞ്ഞത്? ഫാദറിന് ഗ്രഷാമിനോട് അങ്ങനെ പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യത്തുള്ളൂ? ഹി വിൽ ടെൽ ദ ട്രൂത്ത്. നിങ്ങളുടെ അച്ഛൻ ട്രൂത്തേ പറയത്തുള്ളൂ, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. അപ്പം ജോൺ പറയുകയാണ്, എന്താണ് അച്ഛൻ കള്ളം പറയുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തെന്നാണോ? നോ, ഐ ടു നോ ദാറ്റ് അവർ ഫാദർ വിൽ ടെൽ ദ ട്രൂത്ത്. ജസ്റ്റ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ് വിൽ ബി ഇനഫ്. അപ്പം ഇവി, she looks at the window. There is father now. So Balvin has come. There is a click of a latch key outside. Evie makes for the door. She goes to open the door. Martha, Evie, you stay here. Let me talk to him first. Martha hurries out. John and Evie look at each other. John, wonder what Gresham had to say to him. Evie shrugs her shoulders, just like John did a little earlier. She shrugs her shoulders. I don't know. He turns away to the window. It started to rain. Patra neram extremely hot air. Now it has started to rain. Evie, yes. There is a pause. Suddenly John crosses to the door and flings it open. Valichanga thorakkana. John, hello Dad. Balvin coming in, followed by Martha. അപ്പോൾ അവർ തമ്മിൽ some conversation has taken place there. Now they both enters. How are you, my boy? She shakes hands with John. Evie, he kisses her father. So now Balvin himself is here to clear all our doubts and the doubts of his family members too. What had happened in the bank? Has he anything to do with it? And why he was sent for by Mr. Gresham? All this we can hear from Balvin himself.
but in the next class. So let's call it a day. Bye.